ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി വിഭവമാണ്. വറ്റൽ കപ്പ ഒരു സ്പെഷ്യൽ രീതിയിൽ തയ്യാറാക്കാൻ പോകണം കേട്ടോ. ഇത് നമ്മൾ പച്ചക്കപ്പ വാട്ടി ഇതൊരു ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതിനെ നമ്മൾ വാട്ടിയെടുക്കുന്നതാണ്. നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിനെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. വറ്റൽ കപ്പ എന്ന് പറയും. അപ്പോൾ ഇത് വെച്ചിട്ടൊരു അടിപൊളി വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊരു ചീനിച്ചട്ടി വയ്ക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽ കപ്പ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുത്താൽ മതി. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടും ഒന്ന് എണ്ണയൊക്കെ ചെന്നൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന്, വെളിച്ചെണ്ണ ചെന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്ക് തീ സിമ്മിലിടാം. അപ്പോൾ തീ കൂട്ടിയും കുറച്ചും കൊടുത്ത് വേണം ഇതിനെ വറുത്തെടുക്കാൻ. ഈ പണ്ടത്തെ കാലത്തെ അമ്മൂമ്മമാരൊക്കെ അവരുടെ വീടുകളിൽ വൈകിട്ടും രാവിലെയൊക്കെ കാപ്പിയുടെ കൂടെ കൂടുതലും തയ്യാറാക്കി കഴിക്കുന്നതായിരുന്നു ഈ വിഭവം. വറ്റൽ കപ്പ ഇതുപോലെ എടുത്തിട്ട് അവരിങ്ങനെ സ്പെഷ്യലായിട്ട് ഇതെടുത്താണ് അവരൊക്കെ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ബേക്കറി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അധികം അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അവരൊക്കെ കഴിച്ചിരുന്നത് നല്ല നല്ല ഭക്ഷണങ്ങൾ തന്നെ ആയിരുന്നു. പിന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കപ്പ തന്നെയാണ് അവരൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും അതിനുണ്ട്. അപ്പോൾ നമുക്ക് ദാണ്ടെ ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതങ്ങ് കരിഞ്ഞു പോകരുത്, എന്നാൽ അത് നല്ല മൂത്ത് വരികയും ചെയ്യണം. അതിൻ്റെ ആ പരുവത്തിന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കിത് പൊടിക്കുമ്പം നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്കിത് എല്ലാം കോരി മാറ്റാം. തീ കുറച്ചും കൂട്ടിയിട്ട് വേണം വറുത്തെടുക്കാനേ. തീ കൂട്ടിയിട്ടാലും ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും, നന്നായിട്ട് നമുക്ക് കിട്ടത്തില്ല, എൻ്റെ പരുവത്തിന് വറുത്ത് കിട്ടത്തില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഇത് നമുക്കിങ്ങനെ വറുത്തിട്ട് ഇതുപോലെ വെറുതെ വറുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് വെറുതെ കടുങ്കാപ്പിയോ ഒക്കെ കൂടി കഴിക്കാൻ നല്ലതാണ്. ചായയുടെ കൂടെയും കടുങ്കാപ്പിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ കപ്പയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ അരകല്ല് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അരകല്ല് വെച്ച് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് പൊടിച്ചെടുക്കാമേ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് അരയ്ക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞ് വരും. അത് നല്ല പരുവത്തിന് നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. പക്ഷെ നല്ലതായിട്ട് പൊടിയണം കേട്ടോ. അതിനകത്തധികം കട്ടിക്ക് തരി കിടക്കുന്ന രീതിയിലാവരുത്, കുറച്ചുകൂടെ നന്നായിട്ട് പൊടിയണം. അപ്പോൾ ഇതുപോലെ നമുക്ക് അതെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ള കാലം, ആ സമയത്ത് അവിടെ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കാച്ചിലും ചേനയും ചേമ്പും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കൂർക്കയും മധുരക്കിഴങ്ങും എല്ലാം ഉണ്ടായിരുന്നു, വാഴയും എല്ലാ സാധനങ്ങളും കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ആണെങ്കിൽ വറ്റൽ കപ്പ എടുക്കും. പിന്നെ കപ്പ നമ്മൾ വാട്ടിയിട്ട് ഉണക്കക്കപ്പ എടുക്കത്തില്ലേ വേവിക്കാൻ, അതുപോലെ എടുക്കും. അപ്പോൾ അന്നൊക്കെ ഈ അമ്മൂമ്മമാരൊക്കെ ഞങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഇത് തയ്യാറാക്കി വെക്കാറുണ്ട്. വൈകിട്ട് വരുമ്പോൾ ചായയും ഇതുകൂടെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. നമ്മളല്ലാതെ ചവച്ച് തിന്നുമ്പോൾ ഈ പല്ലിനൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് ചവച്ച് തിന്നാൻ ഇച്ചിരി പാടല്ലേ. അപ്പോൾ അതിൽ നല്ലത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഈ അരകല്ലിൽ വെച്ച് ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മളിത് അല്ലാതെ ഈ പറഞ്ഞ പോലെ മിക്സിയിലിട്ട് പൊടിക്കുന്ന പോലെയല്ല, അരകല്ലിൽ വെച്ച് പൊടിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അതാണ് നമ്മൾ മൊത്തം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു ചെറിയ അരമുറി തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നമുക്ക് ഒരുപാട് ദിവസമൊന്നും വെളിയിലിരിക്കത്തില്ല കേട്ടോ. കൂടി വന്ന ഒരു 3 ദിവസം ഇരിക്കും. അതിൽ കൂടുതൽ നമുക്ക് വെളിയിൽ വെച്ചിട്ട് കഴിക്കാൻ, ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റത്തില്ല. കാരണം തേങ്ങ ഇടുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പന്നലായി പോവും. അപ്പം നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള, നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, ശർക്കര വേണമെങ്കിൽ ചേർക്കാം, അതല്ല പനക്കൽക്കണ്ടം പൊടിച്ചുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണേ. കാണാനേ ശർക്കരയുടെ കളർ പോലെ തന്നെയാണ്. ശർക്കരയേക്കാൾ അല്പം കൂടി ഡാർക്കാണെന്ന് മാത്രമേ ഉള്ളൂ, തമ്മിൽ വലിയ കളർ വ്യത്യാസമൊന്നുമില്ല. അപ്പം മധുരമൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് മധുരം നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് അല്പം രുചിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, അതനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. ശരിക്കും ഇത് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കാതെ കൈവച്ചാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഞെവിടി ഇളക്കാൻ പറ്റും കേട്ടോ. നല്ലതായിട്ട് ഇളക്കി ചേർക്കാൻ പറ്റും. കൈവച്ച് തന്നെ ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞങ്ങളെന്തായാലും പിന്നെ കൈവച്ചൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്,
അന്നേരം നല്ലതായിട്ട് ഈ പറഞ്ഞ തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ അതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ കപ്പയുടെ ആ പൊടിക്കകത്തങ്ങ് ചേരും. അപ്പോൾ അതിന് വേറൊരു രുചിയാണ്. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും ചേർക്കത്തില്ല. ഇത് ഈ വറുത്ത് വരുമ്പോൾ തന്നെ ഇതിന് വേറൊരു നല്ല മണമാണ്. അപ്പം അതിൻ്റെ കൂടെ ഇനി വേറെ ഒരു ഏലക്ക പൊടിച്ചിട്ട് എന്നൊരു മണം ആക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നല്ല രുചിയും മണവും ഉണ്ട്. അപ്പോൾ ഇതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വറ്റൽ കപ്പയൊക്കെ ഇതുപോലെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ പച്ചക്കപ്പ കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വറ്റൽ കപ്പയൊക്കെ കിട്ടി അത് കഴിക്കുന്നതാണ് കേട്ടോ. പച്ചക്കപ്പയേക്കാൾ ഗുണം ഈ പറഞ്ഞ നമ്മൾ ഉണങ്ങിയെടുക്കുന്ന കപ്പയ്ക്ക് തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്